Hello, good morning students. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് ആൻഡ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ്. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് ആൻഡ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ്. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് നമുക്ക് വരുന്നത് ഈ ഒരു ടോപ്പിക്ക് വരുന്നത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ റിഡംഷൻ ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യുമ്പം ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തു തീർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ആ ഒരു ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസും ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ്. അപ്പം ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ നമ്മുടെ ഡിബഞ്ചർ വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്ത് തീർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ജനറലി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് പെയ്ഡ് ഓൺ എ ഫിക്സഡ് ഡേറ്റ്. നോർമലി നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ കൊടുക്കുന്ന ഫിക്സഡ് ഡേറ്റിന് ആയിരിക്കും, അല്ലേ? നമ്മളൊരു ഫിക്സഡ് ഡേറ്റിനായിരിക്കും. ഇഫ് കമ്പനി ബൈ ഇറ്റ്സ് ഓൺ ഡിബഞ്ചർ ഫ്രം ഓപ്പൺ മാർക്കറ്റ് അറ്റ് ദാറ്റ് ഡേറ്റ്, നമ്മൾ അതേ ഡേറ്റിന് തന്നെയാണ് ഡിബഞ്ചർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. നോ പ്രോബ്ലം ഓഫ് ഇൻട്രസ്റ്റ്. ഈ ഇൻട്രസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർച്ച് 31 ആണ്. നമ്മൾ എല്ലാ വർഷവും മാർച്ച് 31 ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഇയർലി പേയ്മെൻ്റ് ആണ്. ഒന്നുകിൽ ഹാഫ് ഇയർലി ആവും അല്ലെങ്കിൽ ഇയർലി ആവും. നമ്മുടെ കമ്പനി ഇപ്പോൾ ഇയർലി പേയ്മെൻ്റ് ആണ് നടത്തുന്നതെന്ന് വിചാരിക്കുക. എല്ലാ വർഷവും മാർച്ച് 31. അപ്പോൾ ഈ മാർച്ച് 31 നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആ ഡിബഞ്ചർ വാങ്ങുകയാണ്. ഇൻട്രസ്റ്റ് കൊടുത്ത് തീർത്ത അതേ ഡേറ്റിൽ തന്നെ നമ്മൾ വാങ്ങുകയാണ്. പിന്നെ അവിടെ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ ഇൻട്രസ്റ്റിൻ്റെ ഒരു നോ പ്രോബ്ലം ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഒരു പ്രോബ്ലവും വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദി കമ്പനി ബൈ ഇറ്റ്സ് ഓൺ ഡിബഞ്ചർ ഫ്രം ഓപ്പൺ മാർക്കറ്റ് അറ്റ് ദാറ്റ് ഡേറ്റ്, നമ്മളിപ്പോൾ മാർച്ച് 31 ഇൻട്രസ്റ്റ് കൊടുത്ത് തീർത്തതിന് ശേഷം വാങ്ങുകയാണ്. നോ പ്രോബ്ലം ഓഫ് ഇൻട്രസ്റ്റ്. ഇനി അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻ വരും. ഇഫ് ദി ഡിബഞ്ചർ പർച്ചേസ് ബിഫോർ ദാറ്റ് ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ ഈ ഡ്യൂ ഡേറ്റിന് മുന്നമായിട്ട് മാർച്ച് 31 മുന്നമായിട്ട് ഇൻട്രസ്റ്റ് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുകയാണ്. ദെൻ അറൈസ് ദി പ്രോബ്ലം ഓഫ് വെദർ ദി പ്രൈസ് പെയ്ഡ് ഇൻക്ലൂഡ് ദി ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരിയഡ് ഓർ നോട്ട്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. വെദർ ദി പ്രൈസ് പെയ്ഡ്, നമ്മൾ ഡിബഞ്ചറിൻ്റെ പ്രൈസ് കൊടുക്കുന്നത് ഇൻക്ലൂഡ് ദി ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ടോ ഫോർ എക്സ്പയർഡ് പീരീഡ്, അതായത് കഴിഞ്ഞു പോയ, എക്സ്പയറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ പീരീഡ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ മാർച്ച് 31 എല്ലാ വർഷവും ഡിബഞ്ചർ കൊടുക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ 2019 കൊടുത്തു തീർത്തു എന്ന് പറഞ്ഞാൽ 2019 മാർച്ച് 31 ഇൻട്രസ്റ്റിൻ്റെ ഡിബഞ്ചറിൻ്റെ എല്ലാ ഇൻട്രസ്റ്റും കൊടുത്തു. അതിനുശേഷം നമ്മൾ 2020 പർച്ചേസ് ജനുവരി 31 നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ഇഫ് പർച്ചേസ് ജനുവരി 31, അതായത് 10 മാസം ഈ ഇൻട്രസ്റ്റ് കൊടുത്ത് തീർത്തതിന് ശേഷം നെക്സ്റ്റ് ഇയറിൽ ജനുവരി 31 നമ്മൾ വാങ്ങുകയാണെന്ന് വിചാരിക്കുക ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനില്ലേ? അതായത് നമ്മൾ കഴിഞ്ഞ വർഷം മാർച്ച് 31 ഇൻട്രസ്റ്റ് കൊടുത്തത്. ഇനി നമ്മൾ എന്നേ കൊടുക്കുകയുള്ളൂ? ഈ വർഷം മാർച്ച് 31 ആക്ച്വലി ഡ്യൂ ഡേറ്റ് ആവുകയുള്ളൂ. അന്നാണ് ഇൻട്രസ്റ്റ് കൊടുക്കുകയുള്ളൂ. പക്ഷെ അതിന് മുന്നായിട്ട് ജനുവരി 31 പോയിട്ട് നമ്മൾ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഈ വാങ്ങണ സമയത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. വെദർ ദി പ്രൈസ് പെയ്ഡ് ഇൻക്ലൂഡ് ദി ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരീഡ്, അതായത് ഈ 10 മാസത്തിൽ എക്സ്പയറി ആയത്, അതായത് കഴിഞ്ഞ വർഷത്തെ മാർച്ച് 31 തൊട്ട് ഈ ജനുവരി 31 വരെ ആകുമ്പോൾ എത്രയുണ്ട്? 10 മാസം കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പം ആ 10 മാസം കയ്യിലിരുന്ന ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് 10 മാസം കയ്യിൽ വെച്ചിരുന്നു. മാർച്ച് 31 എന്താവുള്ളൂ? ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനാവുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ വാങ്ങി. അപ്പോൾ 10 മാസം ആയപ്പോൾ നമ്മൾ വാങ്ങിയപ്പോൾ ഈ 10 മാസത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തു തീർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡൗട്ട് വരും. അപ്പോൾ ഈ പ്രൈസ് കൊടുത്തതിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ട് ഇൻക്ലൂഡ് ദി പ്രൈസ് ഫോർ എക്സ്പയർഡ് പീരീഡ്, ഈ 10 മാസത്തെ ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. സോ ദി പ്രൈസ് പെയ്ഡ് ഫോർ ഡിബഞ്ചർ ഇൻക്ലൂഡ് 2 ടൈപ്പ് ഓഫ് കൊട്ടേഷൻസ്. അതുകൊണ്ടാണ് പ്രൈസ് കൊടുക്കുന്ന ഈ ഡിബഞ്ചറിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് 2 ടൈപ്പ് ഓഫ് രീതിയിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഒന്ന് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസും ഒന്ന് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസും. അതായത് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ 2 ടൈപ്പ് ഓഫ് കൊട്ടേഷൻ എന്ന് ഇവിടെ പറയാൻ കാരണം നമ്മൾ ഡിബഞ്ചറിൻ്റെ ഒക്കെ പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക? മാർക്കറ്റിൽ നിന്ന് കൊട്ടേഷൻ കൊടുക്കൂലേ നമുക്ക് വേണമെന്നും പറഞ്ഞിട്ട്, അല്ലേ? നിങ്ങൾക്കറിയാം, കൊട്ടേഷൻസ് അറിയാവുന്നതല്ലേ? മാർക്കറ്റിൽ നമുക്കൊരു സാധനം വേണമെങ്കിൽ അതിന് കൊട്ടേഷൻ ആദ്യം കൊടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിബഞ്ചറിൻ്റെ പ്രൈസ് എനിക്ക് ഇത്ര രൂപയ്ക്ക് വേണമെന്നും പറഞ്ഞ് കൊടുക്കുമ്പോൾ 2 ടൈപ്പ് ഓഫ് കൊട്ടേഷൻ നമുക്ക് കൊടുക്കാം. കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസും എക്സ്
ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഒന്ന് നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഒന്ന് കൊടുക്കുന്ന പ്രൈസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതാണ് ക്ലിയർ ആയില്ല. അപ്പം നമ്മൾ നോർമലി ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഡേറ്റിൽ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് പർച്ചേസ് ചെയ്യണം, നോ പ്രോബ്ലം. അതിന് ശേഷം അതിന് മുന്നായിട്ട് ബിഫോർ ദാറ്റ് ഡേറ്റ്, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഡേറ്റിന് മുന്നായിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോയ ഡേറ്റുകൾക്ക് എക്സ്പയറി ആയിട്ടുള്ള ഡേറ്റിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം വരാം. ആ ഒരു സമയത്താണ് നമ്മൾ അതുകൊണ്ട് 2 ടൈപ്പ് ഓഫ് കൊട്ടേഷൻസ് അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് പ്രൈസ് ആണ് ഡിബഞ്ചറിൻ്റെ തീരുമാനിക്കാറുള്ളത്. കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസും എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസും. കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആൻഡ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ്. ക്ലിയർ ആയില്ലേ? അപ്പം നമുക്ക് എന്താണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസും എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസും നോക്കാം അല്ലേ? അതായത് ക്ലിയർ ആയില്ലേ? നമ്മൾ ഒരു ഡേറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് മുന്നായിട്ട് നമ്മൾ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ, മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത്രയും ദിവസത്തെ എന്ത് ചെയ്യണം, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ? കൊടുക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് 2 ടൈപ്പ് ഓഫ് കൊട്ടേഷൻസ് ആണ്. ഒന്ന് പ്രൈസിൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൈസും ഉണ്ടായിരിക്കും, എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൈസും ഉണ്ടായിരിക്കും ഈ ഡിബഞ്ചറിൻ്റെ. സോ ദി പ്രൈസ് പെയ്ഡ് ഫോർ ഡിബഞ്ചർ ഇൻക്ലൂഡ് 2 ടൈപ്പ് ഓഫ് കൊട്ടേഷൻസ്. കൊട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നോർമലി നമ്മൾ ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെയും ഒക്കെ എനിക്ക് ഇത്ര ഷെയർ വേണമെന്നും പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്യും, നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കും. അതായത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു കൊടുക്കും, ഇത്ര രൂപ വാങ്ങാൻ, ഇത്ര രൂപയ്ക്ക് ഇത് വാങ്ങാൻ റെഡിയാണെന്നും പറഞ്ഞിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ് കൊട്ടേഷൻ എന്താണ്. അപ്പം നമുക്ക് നമ്മുടെ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് എന്താണ്, അതുപോലെ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ്. ഇഫ് പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഫോർ പീരിയഡ് ഓഫ് ഫ്രം പ്രീവിയസ് ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ഡേറ്റ് ഓഫ് പർച്ചേസ്. അതായത് പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. എന്ന് തൊട്ട് എന്ന് വരെയുള്ള ഫ്രം പ്രീവിയസ് ഡേറ്റ്, പഴയ ഡേറ്റ് തൊട്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളാണ്, കഴിഞ്ഞ മാർച്ച് 31 വരെ നമ്മൾ കൊടുത്തു തീർത്തു. അതായത് ഏപ്രിൽ 1-ാം തീയതി തൊട്ട് ടു ഡേറ്റ് ഓഫ് പർച്ചേസ്. എന്നാണ് നമ്മൾ വാങ്ങുന്നത്, ജനുവരി 31-ാം തീയതി. അപ്പോൾ അത്രയും ദിവസത്തെ ഇൻട്രസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ പ്രൈസും കൂടെ നമ്മുടെ പ്രൈസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനാണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ദി പ്രൈസ് പെയ്ഡ് ഫോർ ദി ഡിബഞ്ചർ ഇൻക്ലൂഡ് ദി ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ്. എക്സ്പയറി ആയ പീരീഡിൽ, അതായത് നമ്മൾ കൊടുക്കാനുണ്ടായിരുന്ന, നമ്മൾക്ക് ലൈബിലിറ്റി ആയിട്ട് കൊടുക്കാനുണ്ടായിരുന്ന ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ടുള്ള പ്രൈസാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയും. നമ്മൾ കൊടുത്തു തീർക്കാനുള്ള പ്രൈസും കൂടെ ഉൾപ്പെടുത്തിയിട്ട്, ഇൻട്രസ്റ്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ട്, ദി പ്രൈസ് പെയ്ഡ് ഫോർ ദി ഡിബഞ്ചർ ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരീഡ്. കഴിഞ്ഞു പോയ കൊടുത്തു തീർക്കാനുള്ള പ്രൈസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൈസാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ ഈസ് ഈക്വൽ ടു പ്രൈസ് പെയ്ഡ്, അതായത് ഇൻട്രസ്റ്റിൻ്റെ ഈ പ്രൈസ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ ചെയ്യുമ്പം മതി. ഇപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്ത് തീർക്കാനുള്ള ഇൻട്രസ്റ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. നമുക്കിനി ജേർണൽ എൻട്രീസ് എന്താണെന്ന് നോക്കാം. When debentures are purchased for immediate cancellation, അല്ലെ, നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഒന്നെങ്കിൽ വാങ്ങുന്നത് ക്യാൻസൽ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ക്യാൻസലേഷൻ പർപ്പസിനാണ് വാങ്ങുന്നതെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഡിബഞ്ചർ അക്കൗണ്ടിൽ നോർമൽ വാല്യൂ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരീഡ്, നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിലാണ് മാർച്ച് 31 തൊട്ട് ജനുവരി 31 വരെയുള്ള 10 മാസത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ എഴുതുക. ടു ബാങ്ക്, ടു എമൗണ്ട് പെയ്ഡ്, നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് ആണ് എഴുതുക. ദെൻ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റെഡീം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഇത് രണ്ടും കൂടെ അതായത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ്റെ പ്രോഫിറ്റ് എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ ഇവിടെ എഴുതാം. ഓക്കെ, ക്ലിയർ ആയില്ല, നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് എഴുതി വെച്ചാൽ മതി.
When the debentures are purchased for holding as a investment, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പോൾ ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ ഏതാണ് എഴുതുക, കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ, ഡിബഞ്ചറിന്റെ കോസ്റ്റ് എത്രയാണെന്ന് എഴുതുക, ആക്ച്വലി നമ്മൾ വാങ്ങുന്ന പ്രൈസാണ് എഴുതി വെക്കുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഫോർ എ എക്സ്പയർഡ് പീരിയഡ്, ആ കഴിഞ്ഞു പോയി, അതായത് 10 മാസത്തെ ഇൻട്രസ്റ്റിൻ്റെ ആയിരിക്കും. ദെൻ ടു ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് പെയ്ഡ്, ആക്ച്വലി നമ്മൾ എത്രയാണോ എമൗണ്ട് കൊടുക്കുന്നത് അതാണ് എഴുതുക. നെക്സ്റ്റ്, വെൻ ദി ഡിബഞ്ചർ പർച്ചേസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആർ ക്യാൻസൽഡ് ഇൻ ഫ്യൂച്ചർ, നമ്മൾ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ്മെന്റിന് വാങ്ങി നമ്മൾ ഫ്യൂച്ചറിലാണ് ക്യാൻസൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് to profit on debenture redemption of debenture. Debenture account debtor, debenture account nominal value നമ്മൾ നോർമൽ വാല്യൂവിന് അല്ല ഫേസ് വാല്യൂവിന് ഡെബിറ്റ് ചെയ്യും. ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് കോസ്റ്റ്, ദാറ്റ് ഒരു പ്രൈസ്, അതായത് ആക്ച്വലി ഉള്ള കോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ കാണിക്കുക കോസ്റ്റ്. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ഡിബഞ്ചറിൻ്റെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, എത്ര രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്, അതായത് ബാലൻസ് ഫിഗർ കൊടുത്താൽ മതി. പ്രോഫിറ്റ് അതായത് നോമിനൽ വാല്യൂന്ന് നമ്മൾ ഓൺ ഡിബഞ്ചറിൻ്റെ അതായത് കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എമൗണ്ട് കിട്ടും. അതാണ് നമ്മുടെ കം ഇൻട്രസ്റ്റിൻ്റെ അകത്ത് വരുന്നത്, കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിലായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ നമ്മൾ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് കണ്ടു കഴിഞ്ഞു, അതായത് നമ്മുടെ ഡിബഞ്ചറിൻ്റെ പ്രൈസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രസ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. ദെൻ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ പർച്ചേസ് പ്രൈസ് എക്സ്ക്ലൂഡ് ഇൻട്രസ്റ്റ് ഫോർ പീരിയഡ് ഫ്രം പ്രീവിയസ് ഡേറ്റ്, അത് ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ഡേറ്റ് ഓഫ് പർച്ചേസ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ട് ഇല്ല, എക്സ്ക്ലൂഡാണ്, അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. എന്ന് മുതൽ പ്രീവിയസ് ഡേറ്റ് തൊട്ട് നമ്മൾ പർച്ചേസ് വരെ ചെയ്യുന്നത്, അതായത് നമ്മൾ മാർച്ച് 31 സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനുവരി 10 വാങ്ങുന്നതെങ്കിൽ മാർച്ച് 31 ടു ജനുവരി 10 വരെയുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ കൊടുത്തിട്ടില്ല. ദി പ്രൈസ് പെയ്ഡ് ഫോർ ഡിബഞ്ചർ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരിയഡ്. നമ്മുടെ എക്സാമ്പിളാണ് ആ 10 മാസത്തെ കൊടുത്തിട്ട് ഇല്ല. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് പെയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയില്ല? ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ വേറെ സെപ്പറേറ്റ് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ എന്ത് ഉൾപ്പെടില്ല, ഇൻട്രസ്റ്റിൻ്റെ പ്രൈസ് ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടെ അതിൽ ഉണ്ടായിരിക്കില്ല. അതാണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈസിൻ്റെ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നതിന് ഒരിക്കലും പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഡിബഞ്ചറിൻ്റെ ഉണ്ടായിരിക്കുകയില്ല. അതാണ് ഫോർ എ പ്രീവിയസ് ഡേറ്റ് ടു ദി ഡേറ്റ് ഓഫ് പർച്ചേസ് വരെ, പർച്ചേസ് ചെയ്യുന്ന അന്ന് വരെ എന്നാണ് സെറ്റിൽ ചെയ്ത് അന്ന് തൊട്ട് പിന്നെയുള്ള പുതിയ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ കൊടുത്തിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്ന പ്രൈസ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് തന്നെയായിരിക്കും, അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കില്ല, അഡീഷണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുകയില്ല. അതാണ് പറയുന്നത്. ഇനി ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ ജേർണൽ എൻട്രി, കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ ഈസ് ഈക്വൽ ടു പ്രൈസ് പെയ്ഡ്, നമുക്ക് കാൽക്കുലേഷൻ പർപ്പസിന് മതി. ഓക്കെ, ജേർണൽ എൻട്രീസ് വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. നമ്മൾ ഇവിടെയും 3 സിറ്റുവേഷനിലുള്ള ക്യാൻസൽ ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ക്യാൻസൽ ചെയ്യാനോ. അപ്പോൾ നമ്മുടെ ജേർണൽ എൻട്രീസ് സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ബട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇവിടുത്തെ എമൗണ്ടുകൾക്ക് മാത്രമാണ് മാറ്റമുണ്ട്. അപ്പോൾ ജേർണൽ എൻട്രി ഒന്ന് പഠിച്ചാൽ മതി. ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ഇവിടെ നോമിനൽ വാല്യൂ, ഇവിടെ ഇൻട്രസ്റ്റ്, പക്ഷേ ഇവിടെ ടോട്ടൽ എമൗണ്ടിൽ വരുമ്പോൾ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ പ്ലസ് ഇൻട്രസ്റ്റ്, കോസ്റ്റും പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ഫിഗറാണ് നമ്മൾ എഴുതുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് എഴുതുക. ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, അവിടെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ്, ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ. ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോമിനൽ വാല്യൂ ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് കോസ്റ്റ്,
ഡിബഞ്ചർ അക്കൗണ്ട് എപ്പോൾ വന്നാലും കോസ്റ്റ് തന്നെയാണ്. അതായത് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് ടു പ്രോഫിറ്റ്. ഇത് നമ്മൾ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബാലൻസ്. അതായത് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വാങ്ങി ഫ്യൂച്ചറിൽ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനാണ് വാങ്ങുന്നതെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ തന്നെയാണ് വാങ്ങുന്നതെങ്കിലാണ് ഈ 3 സിറ്റുവേഷൻ. അപ്പം എക്സ് ഇൻട്രസ്റ്റിലും കം ഇൻട്രസ്റ്റിലും ജേർണൽ എൻട്രീസ് സെയിം ആണ്. നമ്മളിവിടെ എഴുതുന്ന ഈ എമൗണ്ടുകൾക്ക് മാത്രമാണ് മാറ്റം വരുള്ളൂ. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഓക്കെ, ബൈ. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റും കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 2 സിറ്റുവേഷൻ വരുന്നത്. നമ്മൾ ആക്ച്വലി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഡേറ്റിന് മുന്നുമായിട്ട് ഡിബഞ്ചർ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് കൊട്ടേഷനാണ് കൊടുക്കുക. ഒന്ന് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻസും ഒന്ന് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസും. അതായത് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കില്ല, നമ്മുടെ ഇൻട്രസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല. കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രൈസിൻ്റെ അകത്ത് ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.